ശബരിമലയിൽ NSSന് അനുകൂലിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ കാലയളവിൽ. അതിനവർ അംഗീകരിച്ചിട്ടില്ല, ശക്തമായി സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടും വലിയ രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ എന്തായാലും അതിനെതിരെ ഒരു വികാരം ഉണ്ടാവുമല്ലോ. കാരണം NSSൽ CPM മാത്രമല്ലല്ലോ ഉള്ളത്, അവിടെ BJPക്കാരും കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടെ നിന്ന് അവരൊപ്പം നിന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് വേറൊരു ലെവലിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ ശരിദൂരത്തിനൊപ്പം പോകാതിരിക്കാൻ സുകുമാരനാഥന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ അതിന് മുന്നേ പോയേ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് SNDP കൂടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് NSS കൂടെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഹിന്ദു സംഘടനയുടെ പേരൊന്ന് പറയാമോ? ആരെങ്കിലും ഈ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ BJPൻ്റെ കൂടെ നിൽക്കുന്ന ഹിന്ദു സംഘടനയുടെ പേര് പറയാമോ? രാഷ്ട്രീയ പാർട്ടികൾ ഹിന്ദു സംഘടനകളെ പറയുമല്ലോ, ഒക്കെ പറയുമല്ലോ. ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ നേരെ തിരിച്ചല്ലേ. CPMൻ്റെ കൂടെ ഏത് ഹിന്ദു സംഘടനയുള്ളതെന്ന് ചോദിച്ച പാർട്ടികളുണ്ടല്ലോ. ഇപ്പം എന്തേ അതൊന്നും പറയാത്തത്? ഇപ്പം പറയുന്നത് എന്താ? ഇപ്പം പറയുന്നത് എന്തോ ഒരു അപരാധം ചെയ്ത പോലെയാണ്. അങ്ങനെയല്ലാന്ന്. കഴിഞ്ഞ 9 വർഷമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിലില്ല. ശബരിമലയിലെ വിഷയം ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ നിന്ന് ആ കാര്യത്തിൻ്റെക്കാളും 5 ഇരട്ടി അപ്പുറം മാറ്റങ്ങൾ ശബരിമലയ്ക്ക് വരുത്താൻ വേണ്ടിയുള്ള ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.